നമ്മളിൽ മിക്കവരും അറിയാതെ ഒരു കെണിയിൽ ജീവിക്കുന്നവരാണ്. അത് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാവും എന്നൊരു കെണി. പക്ഷേ ആ ഒരു ചിന്താഗതി മൊത്തത്തിൽ തെറ്റാണെങ്കിലോ? യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമല്ല, മറിച്ച് ലക്ഷ്യങ്ങളിലേക്കെത്താനുള്ള ഒരു ഇന്ധനമാണെങ്കിലോ? ആ ഒരു ആശയമാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. ഈ ചോദ്യം എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടാവും, അല്ലേ? ആ പ്രൊമോഷൻ ഒന്ന് കിട്ടിയാൽ, അല്ലെങ്കിൽ ആ ഒരു പുതിയ വീട് വാങ്ങിയാൽ, അതുമല്ലെങ്കിൽ ആ ഒരു കാറ് കിട്ടിയാൽ, അപ്പോൾ ഞാൻ ശരിക്കും ഹാപ്പിയാവും. ഇത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു കോമൺ ചിന്തയാണ്. അപ്പോ ഈ ഒരു ചിന്താരീതിക്ക് സൈക്കോളജിയിലൊരു പേര് തന്നെയുണ്ട്, കണ്ടീഷണൽ ഹാപ്പിനെസ് മോഡൽ. സിമ്പിളായി പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ സന്തോഷത്തിന് കുറച്ച് കണ്ടീഷൻസ് വെക്കുകയാണ്. ഇങ്ങനെ നടന്നാൽ മാത്രം ഞാൻ സന്തോഷിക്കും എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരവസ്ഥ. ഈയൊരു ചിന്താരീതിയെ ഉണ്ടല്ലോ നമുക്ക് എപ്പോൾ അപ്പോൾ കെണിയെന്ന് തന്നെ വിളിക്കാം. സംഭവം സിമ്പിളാണ്. എപ്പോഴാണോ എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം കിട്ടുന്നത്, അപ്പോൾ ഞാൻ ഹാപ്പിയാകും. കേൾക്കുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇതൊരു വലിയ കെണിയാണ്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ മനസ്സ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇതിനു പിന്നിൽ പ്രധാനമായിട്ടും 3 സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് സന്തോഷം നാളത്തേക്ക് മാറ്റിവെക്കുന്ന നമ്മുടെ ഒരു ശീലം. രണ്ടാമത്തേത് നമ്മുടെ സന്തോഷത്തിന്റെ കൺട്രോള് നമ്മുടെ കയ്യിലല്ല, പുറത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങളിലാണെന്ന് ഒരു തെറ്റായ വിശ്വാസം. പിന്നെ മൂന്നാമതായിട്ട് ഭാവിയെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ചു ടെൻഷൻ അടിക്കുന്നത്. ഇത് കാരണം ഇന്നത്തെ നിമിഷം ആസ്വദിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നു. ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്നുണ്ട്. എത്രയൊക്കെ കിട്ടിയാലും ഒരു തൃപ്തിയില്ലായ്മ, പിന്നെ പുതിയ കാര്യങ്ങൾ തുടങ്ങിവെക്കാൻ ഒരു മടി, പോരാത്തതിന് എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്ത് ഒരു തരം സ്ട്രെസ്സിൽ ജീവിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ശരിക്കും ജീവിക്കുന്നില്ല, എന്തിനോ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഇതിലെ ഏറ്റവും അപകടം പിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ പതിയെ ഒരു പാറ്റേൺ പഠിച്ചെടുക്കുകയാണ്. ഇപ്പോ ഉള്ളത് പോരാ, ഇതു മതിയാവില്ല. ഈയൊരു ചിന്ത നമ്മളെ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് തടഞ്ഞ് ഒരിക്കലും എത്താത്ത ഏതോ ഒരു ഭാവിയിലേക്ക് നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കും. അപ്പോ ഈയൊരു നിർത്താതെയുള്ള കാത്തിരിപ്പ് നമ്മുടെ മനസ്സിനെ ശരിക്കും എങ്ങനെയാണ് ബാധിക്കുന്നത്? വെറുതെ കുറച്ച് സമയം പോകുന്നു എന്നാണോ, അതോ അതിലും ആഴത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിലുണ്ടോ? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. പക്ഷേ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചു പോന്ന ഈ ഒരു രീതി, ഇത് മുഴുവൻ തലകീഴായിട്ടാണെങ്കിലോ? സന്തോഷത്തിലേക്കുള്ള വഴി നമ്മൾ വിചാരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ? അതെ, ഇവിടെയാണ് നമ്മൾ ആ പഴയ ഫോമുല അങ്ങ് പൊളിച്ചെഴുതാൻ പോകുന്നത്. ലക്ഷ്യം കിട്ടുമ്പോൾ സന്തോഷം വരും എന്നല്ല, നേരെ തിരിച്ച് സന്തോഷത്തിൽ നിന്നും തുടങ്ങിയിട്ട് ലക്ഷ്യത്തിലേക്ക് പോകുക. ഇതാണ് പുതിയൊരു അപ്രോച്ച്. ഇതാണ് നമ്മുടെ പുതിയ മന്ത്രം. ഭാവിയിൽ എപ്പോഴോ കിട്ടാൻ പോകുന്ന ഒരു നേട്ടത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം ഞാൻ ഇപ്പോൾ ഈ നിമിഷം സന്തോഷിക്കാൻ തീരുമാനിക്കുന്നു. ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഫലമല്ല പ്രധാനം, നമ്മുടെ മാനസികാവസ്ഥയാണ്. ഈ 2 ചിന്താരീതികളും തമ്മിലുള്ള വ്യത്യാസമൊന്ന് നോക്കിയേ. ഒന്ന് ഭയത്തിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അത് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്നൊരു പേടി. പക്ഷേ മറ്റേത് തുടങ്ങുന്നത് തന്നെ ആത്മവിശ്വാസത്തിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ തന്നെ സന്തോഷത്തിലാണ്, അതുകൊണ്ട് എനിക്ക് എന്തും നേടാൻ പറ്റും എന്നൊരു വിശ്വാസം. ഈ ഒരു മാറ്റം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റും. അപ്പോ ഇതാണ് ആ നിർണായകമായ മാറ്റം. സന്തോഷമെന്ന് പറയുന്നത് ഒരു മലയുടെ മുകളിൽ നമ്മളെ കാത്തിരിക്കുന്ന ട്രോഫിയല്ല, പകരം ആ മല കയറാൻ നമുക്ക് വേണ്ട എനർജിയാണ്. അത് നമ്മുടെ ലക്ഷ്യമല്ല, നമ്മുടെ തുടക്കമാണ്. ഇതൊന്നും വെറുതെ ഒരു പോസിറ്റീവ് തിങ്കിംഗ് മോട്ടിവേഷൻ അല്ല കേട്ടോ. ഇതിനു പിന്നിൽ വ്യക്തമായ സയൻസ് തന്നെയുണ്ട്. ആദ്യം മാനസികാവസ്ഥ, പിന്നെ പ്രവൃത്തി എന്ന ഈ സ്റ്റേറ്റ് ഫസ്റ്റ് രീതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ശരിക്കും ചില കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. നമുക്ക് മോട്ടിവേഷൻ തരുന്ന ഡോപ്പമൈൻ എന്ന ഹോർമോൺ കൂടും. അതോടെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രത്യേക എനർജി കിട്ടും. അതേസമയം സ്ട്രെസ് തരുന്ന കോർട്ടിസോൾ എന്ന ഹോർമോൺ കുറയും. ടെൻഷനൊക്കെ മാറി മനസ്സ് നല്ല ക്ലിയർ ആകും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ഒരു ക്ലിയർ മൈൻഡിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം മികച്ചതായിരിക്കുമെന്ന്. ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ നിയമത്തിലേക്കാണ് എത്തിക്കുന്നത്. നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നതെന്താ? നന്നായി പ്രവർത്തിച്ചാൽ സന്തോഷം കിട്ടും എന്നല്ലേ? എന്നാൽ യഥാർത്ഥ നിയമം ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. അതെ, ഇതാണ് ആ നിയമം. നമ്മൾ നന്നായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സന്തോഷിക്കുന്നത്. സന്തോഷമെന്ന് പറയുന്നത് ഒരു സമ്മാനമല്ല, അതൊരു ടൂളാണ്, ഒരു ഉപകരണമാണ്. ആ ഒരു എനർജി നമ്മളെ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതൊരു പോസിറ്റീവ് സൈക്കിൾ പോലെയാണ് വർക്ക് ചെയ്യുന്നത്.
നിങ്ങൾ സന്തോഷത്തോടെ ഒരു കാര്യം തുടങ്ങുന്നു, അത് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ തരുന്നു. ആ പ്രവർത്തനം സ്വാഭാവികമായും നല്ല റിസൾട്ട് തരും. ആ റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും, അത് നിങ്ങളെ വീണ്ടും സന്തോഷിപ്പിക്കും. അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോ എന്താണ് ഈ പറയുന്ന മൈൻഡ് പവർ? ഇതൊരു മാജിക്കോ അമാനുഷിക കഴിവോ ഒന്നുമല്ല. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും മാനേജ് ചെയ്ത് നമുക്ക് ഏതു നിമിഷവും ആവശ്യമുള്ള ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ സ്വയം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഴിവാണ്. അപ്പോ ഇതെല്ലാം കേട്ടു. പക്ഷെ ഇതെങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും? എല്ലാം തുടങ്ങുന്നത് ഒരൊറ്റ തിരിച്ചറിവിലാണ്. നമ്മുടെ പുറത്തുള്ള ലോകമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ലോകത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. സാധാരണ ചിന്താഗതി എപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്: എന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറുമ്പോ അപ്പോ ഞാൻ സന്തോഷിക്കും. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ കണ്ടീഷണൽ തിങ്കിങ്. ഇത് നമ്മളെ ഒരു തരം കാത്തിരിപ്പുകാരാക്കി മാറ്റുന്നു. എന്നാൽ മൈൻഡ് പവർ തിങ്കിങ് എന്താ പറയുന്നതെന്നറിയോ? ഞാൻ എന്റെ ഉള്ളിലെ അവസ്ഥ മാറ്റുമ്പോൾ എന്റെ ജീവിതം അതിനോട് പ്രതികരിക്കും. അതെ, മാറ്റം തുടങ്ങേണ്ടത് എന്റെ ഉള്ളിലാണ്. ഞാൻ എന്റെ മാനസികാവസ്ഥ മാറ്റുമ്പോൾ എന്റെ പുറത്തുള്ള സാഹചര്യങ്ങൾ അതിനനുസരിച്ച് മാറും. സാഹചര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ സാഹചര്യങ്ങളെ സ്വാധീനിച്ചു തുടങ്ങും. അപ്പോ ചോദ്യം വളരെ ലളിതമാണ്. സന്തോഷം വരാനായി നിങ്ങൾ ഇനിയും കാത്തിരിക്കാൻ പോവുകയാണോ, അതോ സന്തോഷത്തിൽ നിന്ന് തുടങ്ങി നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതാൻ പോവുകയാണോ? ആ തിരഞ്ഞെടുപ്പ് അതിപ്പോൾ നിങ്ങളുടേതാണ്. നമ്മളിൽ പലരും ഒരു മരീചികയുടെ പിന്നാലെ ഓടുന്നതുപോലെയാണ്, അല്ലേ? സന്തോഷമെന്ന മരീചിക. അതെ. അതിനെ പിടിക്കാൻ ശ്രമിക്കുന്തോറും അതെങ്ങനെ അകന്നു പോകുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഒരുപക്ഷേ നമ്മൾ ഓടുന്ന വഴി തെറ്റായിട്ടായിരിക്കാം. വളരെ ശരിയാണ്. നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച സാമ്പത്തിക മനോഭാവവും സാധാരണക്കാരനും എന്ന വിഷയത്തിലെ ലേഖനങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചാണ്. ഇന്ന് നമുക്ക് ആ വഴികളൊന്ന് വിശദമായി പരിശോധിക്കാം. അതെ, വളരെ രസകരമായൊരു വിഷയമാണിത്. നമ്മുടെ കയ്യിലുള്ള ഈ ലേഖനങ്ങൾ പ്രധാനമായും 2 വഴികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 2 വഴികൾ. ഒന്ന്, നമ്മളിൽ ഭൂരിഭാഗം പേരും അറിയാതെ തന്നെ പിന്തുടരുന്ന ഒരു വഴി. രണ്ടാമത്തേതോ, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, നമ്മുടെ ചിന്തയെ തന്നെ കീഴ്മേൽ മറിക്കുന്ന ഒരു പുതിയ വഴി. ഓക്കേ. ഇവ രണ്ടും നമ്മുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒടുവിൽ നമ്മുടെ ജീവിതത്തെ തന്നെയും എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്ന് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. അപ്പോ നമുക്ക് ആ ആദ്യത്തെ വഴിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം അത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. അതെ. എനിക്ക് ആ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി പണം കയ്യിൽ വന്നാൽ, അല്ലെങ്കിൽ ആ വീട് വെച്ചു കഴിഞ്ഞാൽ, അതെ, അപ്പോൾ ഞാൻ സന്തോഷവാനാകും. ഈ ഒരു ചിന്താഗതി, ഇതിനെയാണ് ലേഖനം ഒരു കെണിയായി കാണുന്നത്, അല്ലേ? കൃത്യം. ഇതിനെ വ്യവസ്ഥകളോടെയുള്ള സന്തോഷം, അതായത് കണ്ടീഷണൽ ഹാപ്പിനെസ് മോഡൽ എന്നാണ് ലേഖനം വിശേഷിപ്പിക്കുന്നത്. കണ്ടീഷണൽ ഹാപ്പിനെസ്. അതെ, സന്തോഷം എന്നത് ഭാവിയിൽ എപ്പോഴോ നേടേണ്ട ഒരു പ്രതിഫലമാണ് എന്ന ചിന്ത, ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന ഒരു ട്രോഫി പോലെ. ഓക്കേ. ഇതിനു പിന്നിൽ വളരെ ശക്തമായ ഒരു മനഃശാസ്ത്രമുണ്ട്. അതിനെയാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. അതൊന്ന് ലളിതമായിട്ട് വിശദീകരിക്കാമോ? തീർച്ചയായും. നമ്മുടെ സന്തോഷത്തിന്റെയോ സമാധാനത്തിന്റെയോ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. അതെ, നമ്മുടെ കയ്യിലല്ല, മറിച്ച് പുറത്തുള്ള കാര്യങ്ങളുടെ, സാഹചര്യങ്ങളുടെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്നൊരവസ്ഥയാണത്. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഇന്നത്തെ കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് എന്റെ മൂഡ് ശരിയല്ലാത്തത്, അല്ലെങ്കിൽ ബോസ് വഴക്കു പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് എന്നൊക്കെ ചിന്തിക്കുന്നത് പോലെ. ശരിയാണ്. എന്റെ ജോലി, എന്റെ വരുമാനം, മറ്റുള്ളവരുടെ അംഗീകാരം, ഇതൊക്കെ ശരിയായാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്നൊരു ധാരണ. ആ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിലാണ്. അതെ, ശരിയാണ്. അപ്പം നമ്മൾ എപ്പോഴും ആ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതിന്റെ ഫലം എന്തായിരിക്കും? കാര്യങ്ങൾ നീട്ടിവെക്കുന്നൊരു ശീലമുണ്ടാവുമോ? കൃത്യമായി അതാണ് സംഭവിക്കുന്നത്. കുറച്ചുകൂടി പണം കയ്യിൽ വന്നിട്ട് ആ ബിസിനസ് തുടങ്ങാം. കടങ്ങളൊക്കെ തീർന്നിട്ട് സമാധാനമായൊന്നുറങ്ങാം. അതെ, കുട്ടികളുടെ പഠിത്തം കഴിഞ്ഞിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിതം തന്നെ മാറ്റിവെക്കുന്നു. ഈ ലേഖനത്തിൽ പറയുന്ന ആ ഒരു ആശയം ഇവിടെ വളരെ പ്രസക്തമാണ്. ഇത് നമ്മുടെ തലച്ചോറിനെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ളത് പോരാ. നൗ ഇസ് നെവർ ഇനഫ്. അതെ. ആ ഒരു ചിന്ത വളരെ അപകടം പിടിച്ച ഒന്നല്ലേ? കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു ലക്ഷ്യം നേടിയാലും, ഉദാഹരണത്തിന് ആ പ്രൊമോഷൻ കിട്ടിയാലും, ആ സന്തോഷം അധികനാൾ നിൽക്കില്ല. ഇല്ല, നിൽക്കില്ല. തലച്ചോറ് അടുത്ത ലക്ഷ്യത്തിലേക്ക് ചാടും. ഇനി അടുത്ത പ്രൊമോഷൻ, അല്ലെങ്കിൽ അതിലും വലിയ വീട്. ആ ഓട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതെ,
അതിനെ സൈക്കോളജിയിലെ ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയും. നമ്മളൊരു നേട്ടത്തിനു വേണ്ടി ഓടുന്നു, അതിലെത്തുന്നു, കുറച്ചുനേരം സന്തോഷിക്കുന്നു, പിന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നു. എന്നിട്ട് വീണ്ടും ഓട്ടം തുടങ്ങുന്നു. അതെ, വീണ്ടും അടുത്ത നേട്ടത്തിനു വേണ്ടി ഓട്ടം തുടങ്ങുന്നു. ഇതൊരു അവസാനമില്ലാത്ത സൈക്കിളാണ്. അതുകൊണ്ടാണ് ലേഖനം ഇതിനെ ഒരു കെണിയെന്ന് പറയുന്നത്. അപ്പോ സന്തോഷത്തിനായി കാത്തിരിക്കുന്നത് ഒരു കെണിയാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതിൽ നിന്നൊന്ന് പുറത്തു കടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ലേഖനം അതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഇവിടെയാണ് ആ രണ്ടാമത്തെ വഴി വരുന്നത്, അല്ലേ? അതെ, ഇവിടെയാണ് കാര്യങ്ങൾ ആകെ മാറുന്നത്. ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന മൈൻഡ് പവർ സമീപനം പറയുന്നത് ഇതാണ്: ഞാൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സന്തോഷത്തിനായി കാത്തിരിക്കുന്നില്ല. ഓക്കേ. പകരം ഞാൻ ആദ്യം സന്തോഷം തിരഞ്ഞെടുക്കുന്നു, ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു സംശയം: ഒരുപാട് കടം കയറി നിൽക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് ഞാനിപ്പോൾ സന്തോഷവാനായിരിക്കാൻ തീരുമാനിച്ചു എന്ന് പറയാൻ എളുപ്പമാണോ? പ്രായോഗികമായി ഇത് എത്രത്തോളം സാധ്യമാണ്? അതൊരു വളരെ നല്ല ചോദ്യമാണ്. കാരണം പലരും ഈ ആശയത്തെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഏറ്റവും മികച്ച മാനസികാവസ്ഥ സ്വയം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. അതായത് ഇതിനെ ഒരു വണ്ടിയോടിക്കുന്നതുമായി ഉപമിക്കാം. സന്തോഷമെന്നത് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ കിട്ടുന്ന സമ്മാനമല്ല, യാത്ര തുടങ്ങാൻ ആദ്യം വേണ്ട ഇന്ധനമാണ്. പെട്രോള് പോലെ. നല്ലൊരു ഉപമയാണത്. ഇന്ധനമില്ലാതെ വണ്ടി മുന്നോട്ട് പോകില്ലല്ലോ. അതുപോലെ ശരിയായ ഒരു മാനസികാവസ്ഥയില്ലാതെ നമുക്ക് പ്രശ്നങ്ങളെ ഫലപ്രദമായി നേരിടാൻ കഴിയില്ല. കൊള്ളാം. സന്തോഷം ഒരു ഇന്ധനമാണ്. അപ്പോ നമ്മൾ ആ ഇന്ധനം സ്വയം നിറയ്ക്കുമ്പോൾ, അതായത് സന്തോഷവാനായിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുമ്പോൾ, നമ്മുടെ തലച്ചോറിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെയാണ് ശാസ്ത്രം വരുന്നത്. നമ്മൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓക്കെ, ഡോപ്പമിൻ. അതേസമയം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയുന്നു. കോർട്ടിസോൾ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കോർട്ടിസോൾ കുറയുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത വരുന്നു. പ്രശ്നങ്ങളെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കുന്നു. മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വികാരങ്ങളുടെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുകയാണ്, നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൽ നിന്ന് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിലേക്ക് മാറുന്നു. അതെ, എന്റെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിലാണ് എന്നൊരു തിരിച്ചറിവ്. അതോടെ ജീവിതം നീട്ടിവെക്കുന്നതിന് പകരം ഇപ്പോൾ തന്നെ അതിൽ പങ്കുചേരാൻ തുടങ്ങുന്നു. അതെ, കാരണം മാനസികാവസ്ഥയാണ് നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കുന്നത്. നമ്മൾ സന്തോഷത്തിലും ഊർജ്ജസ്വലതയിലുമായിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിരാശയിലോ മടിയിലോ ആയിരിക്കുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഗുണമേന്മയുള്ളതായിരിക്കും. ശരിയാണ്. അതുകൊണ്ട് ആദ്യം മാനസികാവസ്ഥയെ മാറ്റുക, എന്നിട്ട് പ്രവർത്തിക്കുക. സ്റ്റേറ്റ് ഫസ്റ്റ് അപ്രോച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോ ഈ രണ്ട് ചിന്താരീതികളും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ഒന്ന് പറയുന്നു, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ സന്തോഷവനാകും. മറ്റേത് പറയുന്നു, ഞാനിപ്പോൾ സന്തോഷം തിരഞ്ഞെടുക്കുന്നു. അതെ, ഒന്ന് ഭാവിയെ ആശ്രയിക്കുമ്പോൾ മറ്റൊന്ന് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. ഇവിടെയാണ് ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം വരുന്നത്, അല്ലേ? അതെ, ആ നിയമം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിന് നേർ വിപരീതമാണ്. അതിങ്ങനെയാണ്: സന്തോഷം തോന്നാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നില്ല. ഓക്കേ. കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ സന്തോഷിക്കുന്നു. വി ഡോണ്ട് ആക്ട് ടു ഫീൽ ഹാപ്പി, വി ഫീൽ ഹാപ്പി ടു ആക്ട് ബെറ്റർ. അപ്പോൾ എനിക്ക് സന്തോഷമാകും എന്നാണ്. ഇവിടെ പ്രവർത്തനം ഒരു ഭാരമാണ്. അതെ, സന്തോഷം ഒരുപാട് ദൂരെയുള്ള ഒരു ലക്ഷ്യവും. എന്നാൽ പുതിയ ചിന്താരീതി അനുസരിച്ച് അയാൾ ആദ്യം മാനസികാവസ്ഥയെ മാറ്റുന്നു. എങ്ങനെ? ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെച്ച് 5 മിനിറ്റ് ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഊർജം തരുന്ന എന്തെങ്കിലും വീഡിയോ കാണാം. അങ്ങനെ ആ മടിപിടിച്ച അവസ്ഥയിൽ നിന്ന് മാറി ഒരു പോസിറ്റീവ് അവസ്ഥയിലേക്ക് സ്വയം എത്തിക്കുന്നു. നല്ല മൂഡിൽ പിന്നെ ജിമ്മിൽ പോകുന്നത് അത്ര വലിയ ഭാരമായി തോന്നില്ല. പ്രവർത്തനം വളരെ എളുപ്പമുള്ളതായി മാറുന്നു. അപ്പോ സന്തോഷം ആദ്യം വരുമ്പോൾ പ്രവർത്തനം സ്വാഭാവികമായി പിന്നാലെ വരുന്നു. ഇത് കേൾക്കുമ്പോൾ ഇതൊരു നല്ല ശീലത്തിന്റെ തുടക്കത്തിലേക്ക് നയിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായും. ഒരൊറ്റ തവണ മാത്രമല്ല, ഇതൊരു തുടർച്ചയായ പ്രക്രിയയായി മാറും. അതെ, ലേഖനം ഇതിനെ പോസിറ്റീവ് സൈക്കോളജിക്കൽ ലൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇതൊരു മഞ്ഞുമല ഉരുളുന്നത് പോലെയാണ്. തുടക്കത്തിൽ ചെറുതാണെങ്കിലും പോകെ പോകെ അതിന്റെ ശക്തി കൂടും. അത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്ന്, നിങ്ങൾ ബോധപൂർവം സന്തോഷകരമായ ഒരു മാനസികാവസ്ഥ തിരഞ്ഞെടുക്കുന്നു. ശരി.
2 ആ അവസ്ഥ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള പ്രചോദനം നൽകുന്നു. 3 ആ പ്രവർത്തനം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകുന്നു, ഒരുപക്ഷെ ചെറിയ വിജയങ്ങളാകാം. ഓക്കെ. 4 ആ ഫലങ്ങൾ എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. 5 ആ വിശ്വാസം വീണ്ടും സന്തോഷകരമായ മാനസികാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. എന്നിട്ട് ഈ ലൂപ്പ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതെ, കാരണമാകുന്നു. അത് തന്നെ. അതേസമയം ഇതിന്റെ വിപരീതവും സംഭവിക്കാമല്ലോ അല്ലേ? ഒരു നെഗറ്റീവ് ലൂപ്പ്. തീർച്ചയായും. അതാണ് കൂടുതൽ അപകടം. എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊരു വിശ്വാസത്തിൽ നിന്ന് തുടങ്ങുന്നു. ആ വിശ്വാസം നിങ്ങളെ ഒന്നും ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. നിഷ്ക്രിയത്വം. അതെ. ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഫലങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഫലങ്ങളില്ലാത്തതുകൊണ്ട് എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്ന ആദ്യത്തെ വിശ്വാസം കൂടുതൽ ശക്തമാകുന്നു. ഇത് ആളുകളെ വിഷാദത്തിലേക്കും നിസ്സഹായാവസ്ഥയിലേക്കും തള്ളിവിടുന്നൊരു സൈക്കിളാണ്. അപ്പോ ഏത് ലൂപ്പ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ഈ ഇപ്പോൾ എന്ന ആശയത്തിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടെന്നും ലേഖനം പറയുന്നുണ്ടല്ലോ. ഉണ്ട്. വർത്തമാനകാലത്തിൽ ജീവിക്കുന്നതിന്റെ പ്രാധാന്യം. അതെ. ന്യൂറോ സയൻസ് പറയുന്നത് നമ്മുടെ തലച്ചോറ് ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും സർഗാത്മകമായി പ്രവർത്തിക്കുന്നത് നമ്മൾ പൂർണ്ണമായും വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ്. ഓക്കെ. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിലോ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഖേദത്തിലോ ആയിരിക്കുമ്പോൾ തലച്ചോറിന്റെ ഭൂരിഭാഗം ഊർജവും അതിനായി ചെലവഴിക്കപ്പെടുന്നു. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, ആത്മവിശ്വാസം, ഇതെല്ലാം ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതെ. അപ്പൊ ഈ പറയുന്ന മൈൻഡ് പവർ എന്നത് എന്തോ അസാധാരണമായ കഴിവോ മാന്ത്രിക വിദ്യയോ ഒന്നുമല്ല. അല്ല. മറിച്ച് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ബോധപൂർവം തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവാണ്. കൃത്യമായി. നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് മുകളിൽ നമുക്കുള്ള നിയന്ത്രണമാണത്. പുറത്തുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു പാവയാകാതെ നമ്മുടെ ആന്തരികമായ അവസ്ഥയെ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്, അതാണ് യഥാർത്ഥ മൈൻഡ് പവർ. ശരി. അപ്പോ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കി പറയാം. നമ്മൾ കണ്ട ആ പഴയ ചിന്താഗതി നമ്മളോട് പറയുന്നത് ഇതാണ്: എന്റെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ, എന്റെ ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ, മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും. അതായത് മാറ്റം പുറത്ത് സംഭവിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. എന്നാൽ ഈ പുതിയ മൈൻഡ് പവർ ചിന്താഗതി ഇതിനെ പൂർണ്ണമായും കീഴ്മേൽ മറിക്കുന്നു. അത് പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ ആന്തരികമായ അവസ്ഥ ഞാൻ മാറ്റുമ്പോൾ എന്റെ പുറത്തുള്ള ജീവിതം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. അപ്പോൾ മാറ്റം തുടങ്ങേണ്ടത് പുറത്തല്ല, അകത്താണ്. സന്തോഷം ഒരു ലക്ഷ്യമല്ല, മറിച്ചൊരു തുടക്കമാണ്, ഒരു ഇന്ധനമാണ്. ഇതാണ് ഈ ലേഖനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ശക്തമായ ആശയം. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ കൂടുതലും വലിയ വിജയങ്ങളും ലക്ഷ്യങ്ങളും നേടുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഈ ആശയം നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലും ഒരുപോലെ പ്രയോജനകരമല്ലേ? തീർച്ചയായും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന ആശയം, അതായത് ആദ്യം നമ്മുടെ മാനസികാവസ്ഥയെ മാറ്റുക എന്ന തത്വം, വലിയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി മാത്രമല്ല പ്രയോഗിക്കേണ്ടത്. നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിനെയും മാറ്റാൻ ഇതിന് കഴിയും. അപ്പോ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞങ്ങളുടെ ഒരു അവസാനത്തെ ചോദ്യം: ഈ ആശയം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ഒരുപക്ഷേ നാളെ രാവിലെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് മുൻപ്, അല്ലെങ്കിൽ കുട്ടികളുമായി ക്ഷമയോടെ ഇടപെടേണ്ട വരുന്ന ഒരു സാഹചര്യത്തിൽ, അതുമല്ലെങ്കിൽ വിരസമായി തോന്നുന്ന ഒരു ജോലി ചെയ്യുന്നതിനു മുൻപ്, ആ ഒരു പ്രവൃത്തി തുടങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ ആന്തരികാവസ്ഥയെ ഒന്നുയർത്താൻ, ആ ഇന്ധനം നിറയ്ക്കാൻ നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും? അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചെറിയ മാറ്റം ഒരുപക്ഷേ ആ ദിവസത്തെ മുഴുവൻ മാറ്റിമറിച്ചേക്കാം.